പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ എത്രയും പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന്. കാരണം ഈശോയുടെ വചനം കേട്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരുങ്ങി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ വലിയ കൃപ നമ്മുടെ എല്ലാവരുടെയും മേൽ സമൃദ്ധമായിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധമ്മയുടെ ശക്തമായ സഹായം നമ്മുടെ മേലുണ്ടാകട്ടെ. കാരണം വചനത്തെ കൂടുതൽ ആഴമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചവളാണ് പരിശുദ്ധമ്മ. ഉദരത്തിൽ മാത്രമല്ല, ഹൃദയത്തിലും സ്വീകരിച്ചവളാണ്. അപ്പോൾ അമ്മയെപ്പോലെ കൂടുതൽ ആഴത്തിൽ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയട്ടെ. കാരണം ബുദ്ധി കൊണ്ട് വചനത്തെ മനസ്സിലാക്കലും ഹൃദയം കൊണ്ട് വചനത്തെ അറിയലും രണ്ടും രണ്ടാണ്. അപ്പോൾ പരിശുദ്ധമ്മയെപ്പോലെ ഹൃദയം കൊണ്ട് അതിനനുഭവിച്ചറിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ സഹായം തേടി ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയോടൊപ്പം തന്നെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടലും വചനത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള പ്രകാശം ബുദ്ധിക്ക് നൽകട്ടെ. അങ്ങനെ ബുദ്ധിയിൽ നിന്ന് അത് കൂടുതൽ ഹൃദയത്തിലേക്ക് ഇറങ്ങാനും പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമുക്കിന്നൊരു പ്രത്യേകമായിട്ട് നിയോഗം വെക്കാം. ചില ബന്ധനങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന ചില വ്യക്തികളുണ്ടാകാം, കുടുംബങ്ങളുണ്ടാകാം. അത് പലവിധ ആകാം ബന്ധനങ്ങളെന്ന്. അപ്പോൾ ആ തലത്തിൽ പെട്ടുപോയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെല്ലാവരെയും ഒന്ന് പ്രത്യേകം നിയോഗത്തിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ച് കേൾക്കാം. അതെങ്ങനെയാണ്? അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞ്, എഴുന്നേറ്റ് നിൻ്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു വചനഭാഗം
തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം ഈ ഒരു കാലയളവിൽ നമ്മൾ കുറേയേറെ തടസ്സങ്ങളെന്നതിലുപരി കുറേയേറെ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ബന്ധനം പോലെ ബന്ധിച്ചിട്ടേക്കണ പോലെ പലപ്പോഴും തോന്നാറുണ്ട്. കുറച്ച് പള്ളികളിൽ ശുശ്രൂഷകൾക്കൊക്കെ പോകാറുള്ളത് കൊണ്ട് പലരും വന്ന് സംസാരിക്കണത് കേൾക്കുമ്പോൾ ഓർക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. പലർക്കും പല ബന്ധനങ്ങൾ അത് വളരെ കാര്യമായിട്ട് അനുഭവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് കുറേ നാളുകളായിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ അച്ഛൻ ഈ ഒരു ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ഇതൊരു ബന്ധനമായിരുന്നു. ഇവിടെ തളർവാദ രോഗം ഒരു ബന്ധനമായിരുന്നു. ഈ ബന്ധനത്തെ അതിജീവിക്കാനായിട്ട് ഈ തളർവാദ രോഗിയെ സഹായിച്ചത് ഈശോയാണ്. അപ്പോൾ ഈ ഒരു ബന്ധനത്തെ ഈശോ എങ്ങനെയാണ് അതിൽ നിന്ന് അയാൾക്ക് മുക്തി നൽകിയത്? 2 സ്റ്റെപ്പുകൾ ഈശോ അവിടെ പ്രവർത്തിച്ചു. 2 തട്ടുകളായിട്ട് ഈശോ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇന്നൊന്ന് വിചിന്തനം ചെയ്യാം. നമ്മളുടെ ബന്ധനങ്ങളൊക്കെ അഴിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നത് ഇന്നത്തെ ഈ ഒരു വചനം അതിന് 2 തട്ടുകളായിട്ട് സ്റ്റെപ്പുകളായിട്ട് ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ വായിച്ച മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിങ്ങനെയാണ്. ഈശോ പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പാണത്. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 2-ാമത്തെ സ്റ്റെപ്പ്, 2-ാമത്തെ ഭാഗം 6-ാം വാക്യമാണ്. അതിങ്ങനെയാണ്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയുമെടുത്ത് പോകുക. അപ്പോൾ ഈ തളർവാദ രോഗിയുടെ രോഗമെന്നുള്ള തടസ്സം, ബന്ധനം ഈശോ മാറ്റി അയക്കുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ്, 2 സ്റ്റെപ്പുകളിലൂടെയാണ്, 2 രീതിയിലുള്ള സംസാരത്തിലൂടെ. 2-ാം വാക്യം നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 2-ാമത്തെ സ്റ്റെപ്പ് 6-ാം വാക്യം നിൻ്റെ കിടക്കയും എടുത്ത് നീ പോവുക. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് 1-ാമത്തെ സ്റ്റെപ്പ് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു വല്ലാത്ത ഭാരമാണ് ചില സാഹചര്യങ്ങളിൽ. നമ്മുടെ പല ബന്ധനങ്ങൾക്കും പല തടസ്സങ്ങൾക്കും കാരണം പലപ്പോഴും നമ്മളിൽ നിന്നും അറിഞ്ഞോ അറിയാതോ വന്നു പോയിട്ടുള്ള ചില കനത്തിലുള്ള ചില പാപങ്ങൾ നമ്മളെ വല്ലാതെ വലിഞ്ഞു മുറുക്കി ദൈവം തമ്പുരാൻ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ കുടുംബം കൊടുക്കാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പല ബന്ധനങ്ങളിൽ പെട്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, അതിന് നമ്മൾ ചില പാപ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വീണു പോയാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മളിങ്ങനെ ബന്ധിച്ചിങ്ങനെ കിടത്തും. നമ്മൾ ഡൊമിനിക് അച്ഛൻ്റെയൊക്കെ ധ്യാനം കൂടുമ്പോഴേക്കും അച്ഛൻ ഈ ഡെലിവറൻസ്, വിടുതൽ പ്രാർത്ഥന തരാൻ ഭയങ്കരമായിട്ട് അച്ഛൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണല്ലോ. വിടുതൽ ലഭിക്കട്ടെ, ഡെലിവറൻസ്, ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കട്ടെ എന്ന് അച്ഛൻ കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഞാൻ പലപ്പോഴും ഓൺലൈനിലൊക്കെ അച്ഛൻ്റെ ടോക്കുകൾ, ഇങ്ങനെ ധ്യാന കൺവെൻഷനുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ഡെലിവറൻസ് അല്ലേ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ ഡെലിവർ, അതായത് വിടുതൽ നൽകപ്പെടുത്തുക, ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നൽകപ്പെടുത്തുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പരിചയമുള്ള പഴയ ഇടവകയിൽ ഒരു ചേട്ടനെ കാണാനിടയായി. എൻ്റെ പുതിയ പള്ളിയിൽ ഒരു നൊവേന സെൻറ്റർ ആയതുകൊണ്ട് അവിടെ വരുന്ന ഒരു ചേട്ടൻ. അപ്പോൾ അദ്ദേഹം സംസാരിച്ച ഒരു ബന്ധനത്തിൽ പെട്ടിടക്കണം. മദ്യപാനം എന്നുള്ള ബന്ധനം.
എപ്പോഴാണ് അതിൽ നിന്ന് പുറത്ത് ചാടുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഈ തളർവാദ രോഗി കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയ ആ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഈ വ്യക്തി വരണമെന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം ആ ബന്ധനത്തിൽ നിന്ന് മാറാൻ, എന്ന് വെച്ചാൽ ആ മദ്യപാനം എന്നുള്ള ഒരു തടസ്സം, ആ പാപകരമായ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ ലഭിക്കണം. വിടുതൽ അപ്പോഴേക്കും അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ചില ബന്ധനങ്ങൾ നമ്മൾ പെട്ടുപോകുന്നുണ്ട്, ചില തടസ്സങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ. അത് വലിയ പ്രശ്നമാണ്. കുടുംബത്തിൽ കുടുംബനാഥ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഈ കാലയളവിലെ യുവാക്കൾ ദൈവവിശ്വാസത്തിൽ നിന്നൊക്കെ അകന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, രീതിയിൽ, സ്വഭാവത്തിലൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടിപ്പോകുന്നില്ലേ എന്ന് പലപ്പോഴും അച്ഛൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കാറുണ്ട്. തെറ്റായ തീരുമാനം അതൊരു പാപകരമായിട്ടുള്ള ഒരു ബന്ധനമാണ്. ബന്ധിച്ചിട്ടേക്കണേ, അതൊരു തെറ്റായ രീതിയാണ്. അതുപോലെ തന്നെ അലസത വലിയൊരു തിന്മയാണ്, വലിയൊരു പാവമാണ്. അലസത, മടി, ഒന്നിനൊരു ഉത്സാഹമില്ല. ആകെ വല്ലപ്പോഴും കാണിക്കുന്നൊരു ഉത്സാഹം ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ഉത്സാഹമാണ്. അല്ലാതെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശരീരം അനങ്ങാനോ, നല്ലൊരു തീരുമാനമെടുക്കാനോ, ജോലി ചെയ്യാനോ, കുടുംബത്തെ പറ്റാനോ ഒക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ചില കുടുംബങ്ങളിലൊക്കെ നമ്മളൊന്ന് ശരിക്കും അവലോകനം ചെയ്താൽ, ഭാര്യ ഭർത്തൃ ബന്ധമെടുത്താലൊക്കെ ഇതിലേതെങ്കിലും ഒരാൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരിക്കും. ഞാൻ ആരെയും ആക്ഷേപിച്ച് പറയുന്നതല്ല, പക്ഷേ നമ്മൾ ചില കുടുംബങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ പഠിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മറ്റേയാൾ ഇതിന് അങ്ങനെ സൈഡിലൊക്കെ പറ്റിക്കൂടിയൊക്കെ അങ്ങനെ പോകും. അലസത ഭയങ്കര പ്രശ്നമാണ്. അലസത വലിയൊരു തടസ്സമാണ് നമുക്ക്. നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ബന്ധനമാണ് അലസത. അതുപോലെ തന്നെ വേറൊരു വലിയൊരു അലസതയാണ് ഇപ്പോഴത്തെ കാലത്ത്, അത് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും, അറിവില്ലായ്മ വലിയൊരു തെറ്റായിട്ട് ഗവൺമെൻറ് പോലും ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അല്ലേ. ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലായ്മ എന്നത് അതൊരു പറയാൻ പറ്റിയ ഒരു ലൂപ്പോളല്ല, ഒരു എക്സ്ക്യൂസ് അല്ല അറിവില്ല എന്നത്. അപ്പം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ചില ബന്ധനങ്ങൾ നമ്മൾ പെട്ടുപോയി കിടക്കണേ. അതിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടണമെന്നുണ്ട്, അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു ചാടണം. പാപത്തിൽ നിന്ന് പുറത്തു ചാടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ നമുക്ക് സാധിക്കില്ല. ഈശോ പറഞ്ഞ 2 സ്റ്റെപ്പുകളാണ്. ഒന്ന്, നിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴേക്കും ഫ്രീ ആയി. അവൻ്റെ ശരീരം അതിനു വേണ്ടി വഴങ്ങി, അവൻ്റെ മനസ്സ് വഴങ്ങി, അവൻ്റെ ഹൃദയം വഴങ്ങി. പിന്നെ അവന് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ബന്ധനങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു ചാടിയാൽ മാത്രമേ സുഖകരമായ നന്മയുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരാനായിട്ടൊക്കെ സാധിക്കും. എനിക്ക് പണ്ട് പഴയ ഇരുന്ന ഒരു ഇടവകയിലെ ഒരു ചേട്ടൻ എനിക്ക് ഓർമ്മയുണ്ട്. മദ്യപാനമെന്ന് പറഞ്ഞാൽ അമ്മാതിരി മദ്യപാനം, മദ്യപിച്ച് അവസാനം വഴിവക്കിൽ റോട്ടിലൊക്കെ വന്ന് നഗ്നനായിട്ടൊക്കെ കിടന്നുറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് വളരെ വലിയൊരു കറുത്ത യുഗം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ അദ്ദേഹം ധ്യാനമൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ കഴിഞ്ഞ് ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നു. ഇപ്പോൾ അദ്ദേഹം വചനമൊക്കെ പറഞ്ഞ് കുടുംബത്തെ സേവിച്ച്, കുടുംബത്തെ നോക്കി വളരെ ക്ലിയർ കട്ടായിട്ടുള്ള നല്ലൊരു ക്രിസ്തീയ ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നുപോവുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു പാപത്തിൽ നിന്ന് എപ്പോഴാണോ പുറത്തു വരുന്നത്, അപ്പോഴാണ് നമ്മൾ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോഴാണ് ജീവിതം കുറെ കൂടിയൊക്കെ വിശാലമാണെന്ന് തോന്നുന്നത്. അപ്പോഴാണ് കുറെ കൂടിയൊക്കെ നമ്മൾ സ്നേഹിക്കപ്പെടേണ്ടവരും സ്നേഹിക്കേണ്ടവരുമാണെന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോഴാണ് ക്രിസ്തു പറഞ്ഞ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ,
നമ്മളിന്ന് ഈ വചനം ധ്യാനിച്ച് ഒക്കെ ചിന്തിക്കുമ്പോഴേക്കും ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ 2 സ്റ്റെപ്പുകൾ, 2 പടികൾ. 1, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 2, നിൻ്റെ കിടക്കമെടുത്ത് നീ ഭവനത്തിലേക്ക് പോകുക. പ്രിയമുള്ളവരെ, ഇതേ 2 സ്റ്റെപ്പുകൾ 2 ഘട്ടങ്ങളായിട്ട് നമ്മളെയും നമുക്ക് വിശുദ്ധീകരിക്കാം. അതിൽ ആദ്യത്തേത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കപ്പെടട്ടെ. നേരെ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പാകത്തിന് പാപമില്ലാത്ത വ്യക്തികളാണ് നമ്മളെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. ഒരു തരത്തിലുള്ള വാതിലുകളും നമ്മുടെ മുമ്പിൽ അടയപ്പെടുകയില്ല. കാരണം പാപമില്ലാത്തവനിൽ ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തു നമുക്ക് വഴിയായി, ശക്തിയായി, ബലമായി നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഇന്നത്തെ ദിവസം ഈ വചനം കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി കുറേ കൂടിയൊക്കെ കളർഫുള്ളായിട്ടുള്ള, പഴയ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് വേണ്ട. നമ്മുടെ ജീവിതം ഈശോയാൽ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ ഈശോ നമ്മളെ നയിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി അവിടുത്തെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ വളരെ പ്രത്യേകമായി ത്രിയേക ദൈവത്തിൻ്റെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണേ. അതുപോലെ വിശുദ്ധ ഔസേപ്പിതാവ് പരിശുദ്ധ അമ്മയുടെയൊക്കെ ശക്തമായ മാധ്യസ്ഥം, ഞങ്ങളുടെ പേരുള്ള വിശുദ്ധ ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ മധ്യസ്ഥ മാലാഖമാർ, കാവൽ മാലാഖമാർ, പ്രധാന മാലാഖമാർ, അവരെല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലെ ശക്തമായിട്ടുണ്ടാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇന്നത്തെ വിചിന്തനത്തിൽ നമ്മൾ കേട്ടതുപോലെ വിടുതലിൽ പെട്ടുപോയി കിടക്കുന്ന, അല്ലെങ്കിൽ വിടുതൽ ആവശ്യമുള്ള ബന്ധനത്തിൽ പെട്ടുപോയിരിക്കുന്ന കുടുംബങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കും. പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്നവർ, അതുപോലെ തന്നെ മറ്റു പല തെറ്റായ തീരുമാനങ്ങളുടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ, പിന്നെ മദ്യപാനം, കഞ്ചാവ്, രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ബന്ധനത്തിൽ പെട്ടുപോയിരിക്കുന്നവർക്ക്, മാധ്യമങ്ങളുടെ, ഫോണിൻ്റെ, TV-യുടെയൊക്കെ ബന്ധനത്തിൽ പെട്ടുപോയിരിക്കും. പ്രത്യേകിച്ച് ഈ കാലയളവിൽ യുവാക്കൾ, യുവതികൾ, കൗമാരക്കാരൊക്കെ പ്രത്യേകം കഴിഞ്ഞ ദിവസം കേട്ടല്ലോ 10 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന നമ്മുടെ ചെറിയ കുട്ടികൾ. എൻ്റെ പ്രിയമുള്ളവരെ, പ്രത്യേകം അവരെല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ബന്ധനത്തിൽ പെട്ടുപോയിരിക്കുന്ന എല്ലാവരെയും, അതുപോലെ തന്നെ മറ്റ് ഈശോയുടെ കൃപയും സംരക്ഷണമുള്ള എല്ലാവരെയും, അവരെല്ലാവരും നിയോഗങ്ങൾ ഈശോയെ ഞങ്ങളുടെ ശക്തമായ കരത്തിൻ്റെ സ്പർശനത്താൽ അവരെല്ലാവരും വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി അവരെ ബലപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഈശോ കൃപയെ അങ്ങക്ക് എല്ലാവർക്കും നൽകുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അങ്ങ് അവരെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുരുളയണമേ. ആമേൻ. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹാ തിരുനാളിൻ ഓർമ്മദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹാ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ
ഓസ്തിരൂപൻ നാവിലലിയും നേരമിതിൽ ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. സ്നേഹക്കുദാശയെന്നിൽ ചൊരിയേണമേ, ജീവൻ നൽകുന്ന സ്നേഹം പകരേണമേ. നിന്റെ മാറിൽ നിന്നു മുഴുകുന്ന സ്നേഹം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി, വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായിത്തീരും. നിൻ മാംസരക്തങ്ങളായിത്തീരും. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി, വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായിത്തീരും. ഈശോ എന്നിൽ വന്നു നീ വാഴേണമേ, എൻ്റെ ജീവിതം നിനക്കായി നൽകാം. അൾത്താരയിൽ നിന്നിറങ്ങി വന്നിന്നെൻ്റെ ഉള്ളിൽ. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. പ്രിയമുള്ളവരെ, നമുക്ക് ആശീർവാദം ഒന്ന് ചേർന്ന് സ്വീകരിക്കുന്ന നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പരിശുദ്ധ പിതാവിനോടും എല്ലാ കാർഡിനാൾമാരോടും എല്ലാ മെത്രാന്മാരോടും സന്യാസികൾ വൈദികരോടും അമ്മമാരോടും ചേർന്ന് ഈ ഒരു ആശീർവാദം നമ്മളെ ഈ ദിവസത്തെ ശക്തമായിട്ട് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവർക്ക് പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് ബലപ്പെട്ട് മുന്നോട്ട് പോകാം. ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഗുഡ്നസ് TV-യുടെ പ്രഭാത വിരുന്ന പ്രോഗ്രാമിലൂടെ ഈശോയെ കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുകയാണ്. പ്രത്യേകിച്ച് മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിയോഗം സമർപ്പിക്കുന്നവരുണ്ട്. നമുക്കും പരസ്പര നിയോഗങ്ങൾ സമർപ്പിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോയി ഈശോ നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.